ഹലോ. ഇന്ന് നമ്മൾ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിന്റെ ഞാൻ നിൽക്കുന്ന റൂമിലെ റൂം ടൂർ കാണിക്കാൻ പോകുന്നു. റൂം ടൂറിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ റൂമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ റൂം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു റൂമാണ്. ബിക്കോസ് ഈ റൂമിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ സമാധാനം എന്താ അറിഞ്ഞത്. സംഭവം ഈ റൂം എന്ന് പറയുമ്പോൾ അത്ര വലിയ ഭംഗിയുള്ള അടിപൊളി സെറ്റപ്പുള്ള റൂമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നല്ല കൊതുകടി ഉണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള റൂമാണ്. എനിക്ക് റൂമിൽ നിന്ന് പോവാണ്ടിരിക്കാനൊരു ഇതുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ. പക്ഷെ ഞാൻ വന്നത് ഈ ഹോസ്റ്റലിലേക്ക് ഞാൻ വന്നത് 2024 കേട്ടോ. ഈ 2024 ഞാൻ വന്ന് ഈ ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ റൂമിലല്ല വന്നിട്ടുള്ളത്. ഈ ഹോസ്റ്റലിന് മേലെ ഒരു ഡബിൾ ഷെയറിംഗ് റൂമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സംഭവം ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന്റെ കാരണം ഈ റൂമിൽ റെന്റ് കുറവായതുകൊണ്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് സിംഗിൾ റൂം കൂടിയാണ് കേട്ടോ. എൻ്റെ ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു റൂമാണിത്. പിന്നെന്താ ഫ്രീഡം എന്താണെന്ന് അറിഞ്ഞത് ഞാൻ ഈ ലുക്കിലേക്ക് വന്നേ. പിന്നീട് സിംഗിൾ റൂമിന്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പോകണ്ട, മറ്റുള്ളവരുടെ കാര്യം തിരക്കാം. ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ കൂടെ റൂം മാത്രമല്ല, നമ്മുടെ ആ ഒരു എത്രയാണോ ഒരു ലോങ് ജേർണിയാണ് നമ്മൾ അവരുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൽ പൊരുത്തപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ അങ്ങനെ നിൽക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെയാണ്. എനിക്ക് പേഴ്സണലി സിംഗിൾ റൂമിൽ നിൽക്കാനാണ് താല്പര്യം. സോ അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു 2024 തൊട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ വർക്കിനെ പോയിട്ട് ഞാൻ പഠിച്ചതും ഒക്കെ ഞാൻ ഈ റൂമിൽ നിന്നിട്ടാണ്. 2 വർഷം ഞാൻ ഈ റൂമിൽ നിന്നിട്ടുണ്ട്. സോ ഇതെനിക്കൊരു ഭയങ്കര മെമ്മറീസ് ആയിട്ടുള്ളൊരു റൂമാണ്. ഇവിടുന്ന് പോകുമ്പോൾ നല്ല വിഷമമുണ്ട്. പക്ഷേ ഓരോ ദിവസം നമ്മൾ എല്ലായിടത്തും ഷിഫ്റ്റ് ചെയ്യണ്ടേ അല്ലേ. ഈ റൂമിലേക്ക് വന്നേ പിന്നെയാണ് ഞാൻ സമാധാനം എന്താ പറഞ്ഞത്. ആൻഡ് എൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളും സങ്കടമുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ റൂമിൽ വെച്ചിട്ടാണ്. ഈ റൂമിലുള്ളപ്പോഴാണ് ഈ റൂമിലെ ജേണിയുടെ ഒപ്പമാണ്. സോ എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു റൂമാണിത്. ഈ റൂം വിട്ട് പിരിയാൻ വിഷമമുണ്ട്, പക്ഷെ വിട്ട് പിരിഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾ കണ്ടാലോ. അത് നമ്മുടെ അടുക്കള കാണിച്ചാൽ ഇതാണ് നമ്മുടെ അടുക്കള പറയുന്നത്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളെല്ലാവരും ചായ കുടിക്കുമ്പോൾ വർത്താനം സ്ഥലമായിട്ടത്. അപ്പോൾ ഇത് ഈ അടുക്കളയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന എൻ്റെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റൂം കണ്ടാലോ. അപ്പോൾ നമ്മുടെ റൂമിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ റൂമിലാണ് ബാക്ക് ഡോർ ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരെ കാണിച്ചത് നമ്മൾ ഈ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും വെളിച്ചത്. ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. റൂമിന്റെ മെയിൻ ഏരിയ ബാക്ക് ഡോർ ആണ്. കാരണം നമ്മുടെ ഹോസ്റ്റലിലെ ബാക്ക് ഡോർ എൻ്റെ റൂമിലാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. റൂം ഓരോ ഭാഗം ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഷെൽഫാണ്. ഈ റൂമിലെ മെയിൻ സംഭവമാണ് ഈ ഷെൽഫിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഡ്രസ്സ്. എൻ്റെ ഈ ഹോസ്റ്റലിലെ ഡ്രസ്സ് മാത്രം വെക്കുന്നത് ഫുള്ള് ഞാൻ ഈ ഷെൽഫാണ്. ഇത് ഗൈസ് ഇത് ഫുള്ള് എൻ്റെ യൂണിഫോം ആട്ടോ. സുബിയോയെ വർക്ക് ചെയ്തിരുന്ന പിള്ളേരുടെ എൻ്റെ യൂണിഫോം ആണ്. പിന്നെ അടിയിൽ വെച്ചിട്ടുള്ള ഫുള്ള് എൻ്റെ ബുക്സ് ആണ്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെക്ഷൻ ആട്ടോ. ഈ ഒരു സെക്ഷനാണ് ചെറിയൊരു സ്ലാബിലാണ് നമ്മുടെ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും നമ്മുടെ എല്ലാ ടിപ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്മോൾ ഏരിയ ആണ് കേട്ടോ. അതിന് താഴേക്ക് കട്ടിലിന്റെ സൈഡിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന ബാഗ്, എല്ലാ സംഭവങ്ങളും ബാഗ് ഡ്രസ്സും ഒക്കെ വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അതിന് ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ കട്ടിൽ വരുന്നത്. ഇത് സിംഗിൾ ബെഡ് ആയിട്ടുള്ള കട്ടിലാണ്. ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു കട്ടിലാണിത്. പിന്നെ എന്റെ റൂമിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് കണ്ട വയസ്സ് പൈപ്പൊക്കെയുള്ള റൂം. എന്റെ ബെഡിൽ തന്നെ പൈപ്പ് ഉണ്ട്. ആക്ച്വലി പൈപ്പിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം എന്ന് വർക്ക് ഏരിയ കണ്ടാണ് ആ സംഭവമാണ് റൂമാക്കി എടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ പൈപ്പ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നത് ആണ് നമ്മുടെ മെയിൻ ഏരിയ. എന്റെ ലൈഫിലെ മെയിൻ ഏരിയ ആണിത്. ബിക്കോസ് ഇവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഫുള്ള് ഞാൻ എന്റെ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഞാൻ ഈ ഏരിയയിലാണ്. ഇതാണ് ലൈഫ്. ഇതൊക്കെ എന്റെ ഏറ്റവും വലിയ മെമ്മറീസ് ആണ്. ഞാൻ പഠിച്ച് കിട്ടാണ്ടാവുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ച് എല്ലാ ദിവസവും രാവിലെ എഴുതുന്നു നോക്കി വായിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഈ ടേബിൾ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഹോൾ 2 വർഷം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഗൈസ് ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ റൂം. എൻ്റെ ഭയങ്കര ചെറിയ റൂമാണ്. പക്ഷെ എനിക്ക് ഈ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൂമാണ്. ഞാൻ തിരികെ വരാൻ പറ്റി കഴിഞ്ഞാൽ വരാൻ ആഗ്രഹിക്കുന്ന റൂമാണ്. സോ ഇതാണ് ബാക്ക് ഡോർ ഗൈസ്. ഈ ബാക്ക് ഡോറിൽ കൂടെയാണ് പുറത്ത് പോകാം അത് തെറാപ്പി ചെയ്യാം. പിന്നെ ഗൈസ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിന്റെ വലിപ്പത്തിലല്ല കാര്യം. റൂം എത്ര വലിപ്പമാണ്, ടൈലിട്ടതാണോ, ഭയങ്കര ഭംഗിയാണ്, അതൊന്നും നല്ല കാര്യം. എനിക്ക് മനസ്സിലായത് നമ്മുടെ റൂം എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ റൂം നമുക്ക് തന്നെ സന്തോഷം, സമാധാനം, നമ്മുടെ പീസ്. നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി വരുന്ന നമ്മുടെ റൂമിലേക്കായിരിക്കും. ആ റൂമിൽ നമുക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇഷ്ടമുണ്ടാവില്ലായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യാതും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ നല്ല
പാർട്ടും ഉള്ളത് നമ്മുടെ റൂമിലാണ്. സോ എൻ്റെ ലൈഫിൽ ഞാൻ ചെറിയ ചെറിയ മൊമെന്റ്സ് മൊത്തം ഉണ്ടായിട്ടുള്ള ഒരു റൂമാണിത്. ഐ വിൽ മിസ് ദിസ് റൂം ഗൈസ്. അപ്പൊ നമ്മൾ നമ്മുടെ പൈപ്പ് കാണിച്ചു. പൈപ്പ് ഷോ മാത്രമല്ല ഗൈസ്, ഒരു കാര്യം കഴിച്ചില്ല. പൈപ്പ് കാണാൻ വരും ഗൈസ്. അയ്യോ, ഒരു ദിവസം കഴിഞ്ഞ അറിയാണ്ട് തുറന്നിട്ട് എന്റെ വെള്ളം വെള്ളമായിട്ടുണ്ട് ഗൈസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നുള്ളത്. അപ്പൊ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ റൂമിന്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ തോർത്ത് കിടന്ന സെക്ഷൻ, പിന്നെ നമ്മുടെ പൈപ്പ്, നമ്മുടെ ബാക്ക് ഡോറ്, പിന്നെ നമ്മുടെ പഠിക്കണ ഏരിയ. ഇവിടെയാട്ടോ ഞാൻ നിന്റെ ഫാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ റൂം ടൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അതിന് മുന്നേ നമുക്ക് ഇന്ന് റൂം ടൂർ തന്ന ഗഡിയാണ് നമ്മുടെ നന്ദനയ്ക്ക് നാളാണ് ഗൈസ്. ഒരു ഹലോ പറയൂ, സബ്സ്ക്രൈബേഴ്സിനോട് ഹലോ പറയൂ. ഓക്കെ, താങ്ക് യു.